വളർത്തുമീൻ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മൾ ഇന്ന് കായലിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ 9,000 നമ്മൾ ഇന്നലെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം 9,000 പോകുന്ന വഴി നമ്മൾ ആപ്പ് കായലിലും മാരാങ്കായലിലും ഒന്ന് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. കാരണം അവിടെയും പറ്റി. അപ്പോൾ ഇന്നലെ നമ്മൾ റജിയാണിന് മീൻ തൂക്കിയപ്പം നമ്മളെ സഹോദരങ്ങൾ തന്നെ വേറൊരു ടീം 19 കിലോ വാളയും 10-75 കിലോ വാഹയും എല്ലാം കൂടെ അവിടെ തൂക്കി. അപ്പോൾ അവർ ഇന്നലെ 9,000 എന്നൊരു സംശയം. അവരല്ലായിരുന്നു, അവർ ആപ്പ് കായലായിരിക്കും. ചില ആപ്പ് കായലിൽ മീനുണ്ടെങ്കിൽ നമ്മൾ ആ കായലിൽ നിന്ന് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നമുക്കൊരു 3 വാഹ നമ്മൾ ജീവനോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ നമ്മൾ 3 എടുത്തിട്ടുണ്ടായിരുന്നു. 5 ഇട്ടതാ, പക്ഷേ ചത്തുപോയി. ജീവനോടെ നടക്കുന്ന ഒരു 3 ഉണ്ട്. അതിപ്പോഴും നമ്മുടെ വള്ളത്തിൽ കിടക്കുക. ആള് വന്നില്ല. ഇത് 2.5 കിലോ ആണ് കേട്ടോ. ഇത് 2.5 കിലോ ആണ്. മറ്റേത് 1.25 കിലോ 2 കിലോ. അത് നമ്മൾ പള്ളാത്തൂരിൽ നിന്ന് വള്ളം വിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഇങ്ങോട്ട് മാറി വന്ന പുഞ്ചിരി ചെട്ടിയാണ് കേട്ടോ. ഇത് ഈ ചെട്ടിയാണ്. ഈ ചെട്ടിയുടെ നേരെ പടിഞ്ഞോട്ടൊരു ആറ് കിടക്കുന്നതാണ്. നേരെ ആലപ്പുഴ ടൗണാണില്ല, ആ നേരെ കാണുന്നത് കേട്ടോ. ഇപ്പം മഞ്ഞളുകൊണ്ട് കാണാൻ പറ്റാതെ അത് ആലപ്പുഴ ടൗണാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ കാണുന്നത്. നമുക്ക് വള്ളത്ത് ആലപ്പുഴയിലേക്ക് വരാനായിട്ട് ആറ്റുനിൽക്കാൻ വരാനാണെങ്കിൽ 20 മിനിറ്റത്തെ ഓട്ടമേ ഉള്ളൂ. ആലപ്പുഴ സ്റ്റാൻഡിൽ ചെല്ലും നമ്മൾ. നമ്മളിത് ഈ തോട് കയറിയാണ് പോകണേട്ടത്. ഈ തോട് കയറിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇന്നിപ്പോൾ ശകലം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണമാണ് നമുക്ക് എന്താ അവിടെയൊക്കെ ഇഷ്ടംപോലെ വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വള്ളങ്ങളെന്ന് പറഞ്ഞാൽ മറ്റേ കക്കാവാരാൻ വരുന്നവരുണ്ട്. കക്കാവാരുകാരാണ് കൂടുതലും. കക്കാവാരുന്ന് ചൂണ്ടയിടിയിൽ എല്ലാം. എന്തോ പിടിച്ചു കേട്ടോ. വിട്ടു. ഇവിടെ ശങ്കർ ബ്രോ ഒന്ന് മയങ്ങുക. എന്നാ പ്ലാസ്റ്റിക്കാ? അതെ അതെ, ആ ചേച്ചി കൊട്ടുക അല്ലേ. പുള്ളിക്കുയിലായാലും തഞ്ചത്തിന് മീനും പിടിക്കണമെന്നാ കേട്ടാ. നമ്മുടെ ഒരൊറ്റ ദിവസം ആ വാഹ നമ്മളെ വള്ളത്തെ കിടന്നേ ഉള്ളു കേട്ടോ. ഒരൊറ്റ ദിവസം. അതിൻ്റെ മുഖമൊക്കെ മുഞ്ഞി. അത് ഇതിൻ്റെ മുഖത്തിനൊക്കെ പാട് വീണാണ്ട. ലൈൻ കമ്പിയെ കിളിയിരിക്കുന്നുണ്ട്. അതേ അപ്പം നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ആലപ്പുഴ കേട്ടോ. ആലപ്പുഴയിലാണ്
പിന്നെ നമ്മൾ മീൻ വിൽക്കുന്ന എവിടെയാണെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പം നമ്മൾ മീൻ വിൽക്കുന്ന പള്ളാത്തുരുത്തി പാലത്തിൻ്റെ കിഴക്കേ സൈഡിലാണ്. ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ വരത്തുള്ളൂ. 5 കിലോമീറ്റർ, അതായത് നമ്മുടെ AC റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ പടിഞ്ഞാറ് അറ്റമാണ് നമ്മൾ മീൻ വിൽക്കുന്നത്. ഇപ്പം മീൻ ആവശ്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മൾ മാത്രമല്ല, നമ്മളെ സഹോദരനുണ്ട്, പിന്നെ നമ്മുടെ അടുത്തുനിന്ന് വേറൊരു വള്ളമുണ്ട്. അപ്പം മൊത്തം 3 വള്ളത്തിൻ്റെ മീനാണ് അവിടെ വിൽക്കുന്നത്. അപ്പം അതിപ്പം എന്നെ വിളിക്കണമെന്നുമില്ല. ഒരു 2 മണി 3 മണി കഴിഞ്ഞാണെങ്കിൽ ഒരു 2 മണി 3 മണി 3 മണി തൊട്ട് അവിടെ കച്ചവടം അവിടെ കാണും. പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അവിടെ ആയിരിക്കും. അപ്പം ഈ സമയത്ത് വരാല്, കാരി, ചെമ്പല്ലി ആയിരിക്കും. അപ്പം വില ഭാഗമെന്ന് പറയുന്നത് നമ്മൾ 300 രൂപയായിരിക്കും, 250 ആയിരിക്കും, 200 ആയിരിക്കും. അതിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മാറും. വലിയ വരാൽ 300 ആയിരിക്കും. ചിലപ്പോൾ ഈ വലിയ വരാൽ തന്നെ ചിലപ്പോൾ 200 രൂപയ്ക്ക് തരും, 250 കൊടുക്കും. അതൊക്കെ ഓരോ സാഹചര്യവും സന്ദർഭവും അന്നത്തെ കച്ചവടം പോലിരിക്കും. നമുക്ക് അതല്ലാതെ എന്തുവാ, നമുക്ക് 300 രൂപയാണ് മെയിൻ വരാലിന് കേട്ടോ. നമ്മൾ പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ 3 ടീം മീൻ വിൽക്കുന്നുണ്ട്. ഈ 3 ടീമിനും മീൻ കൂടുതലുണ്ട്. എല്ലാവർക്കും 10-50 കിലോ വീതം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 250 കൊടുക്കും. അതൊരു സന്ധ്യ ആയി കഴിയുമ്പോൾ അത് ചിലപ്പോൾ 200-നാകും. 200-നാ സന്ധ്യ ആകുമ്പോൾ 200 ആകുമല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും ആരെങ്കിലും മേടിക്കാൻ വരുന്നവർ സന്ധ്യ ആകാൻ നോക്കിയിരിക്കല്. ഇത് എല്ലാ ദിവസത്തെ കാര്യമല്ല പറഞ്ഞാൽ, ചിലപ്പോൾ 4 മണി 4:30 ആകുമ്പോൾ തന്നെ ചിലപ്പോൾ മീൻ തീർന്നു പോകുന്ന ദിവസങ്ങളുണ്ട്. ആർക്കും ഇല്ലാതിരിക്കുന്ന ദിവസം കുറച്ച് മീനുള്ളെങ്കിൽ അത് ടക്കെന്നും പറഞ്ഞ് തന്നെ തീരും. കക്കാമാർ വേണ്ട. നമ്മൾ ചായ കുടിക്കുന്ന കടയിൽ എവിടെയാണ് കേട്ടോ. ഈ കടയിലാണ് ചായ കുടിക്കുന്നത്. എവിടെ ഇടൂപ്പാ? ഈ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഇപ്പം കാണിച്ചു തരാം. ഒഴിക്കപ്പാ വെള്ളം, ഒഴിയപ്പാ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ പോകാം. അതായത് ഇത് R ബ്ലോക്ക്. നമ്മൾ ഇന്നലെ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മളത് ഇങ്ങനെയായിരുന്നു പോയത്. 24,000-ൻ്റെ ഈ കരിശ് വഴിയാണ് പൊയ്ക്കൊണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ പോകണത് ഇതിലും വഴിയാട്ടത്. ഇത് നല്ല അടിപ്പം പാങ്ങാണ്. ഇതിൻ്റെ അകത്ത് ചെങ്കടി കാണും. ചെങ്കടി ആ മരത്തിൻ്റെ തടിയുടെ അടിയിലൊക്കെ ചെങ്കടി കാണും. നമ്മുടെ പുറകെ കാണുന്ന പഴയ 4000 ഈ കാണുന്നതാണ് ആപ്പുകായൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആപ്പുകായലിലെ കിഴക്കേതാണ് 9000. അപ്പോൾ നമ്മൾ ഈ ആപ്പുകായലിനെ മാറാൻ കായലിൻ്റെ സൈഡ് കൂടി പോയിട്ട് എവിടെയെങ്കിലും ഇറങ്ങാൻ മാർഗം ഉണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നേരെ അപ്പുറം 9000-ലേക്ക് ചാടിയെത്തുക. ഇന്ന് ഈ ചായ താഴത്ത് നമ്മളെ ഉള്ളു കേട്ടോ. അപ്പം 3-4 പേര് വീശുന്നുണ്ടായിരുന്നു താഴത്ത്. അവർ ഒന്നുമില്ല, അവരെല്ലാം കയറി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ചാലി വന്നാൽ ഈ ചാലി നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളേ. അപ്പം സുൽത്താൻ നമ്മൾ 10-150 കിലോ മീൻ പിടിച്ചായിരുന്നു, വാളയും വാഹയും എല്ലാം കൂടെ. അപ്പം നമ്മൾ ഈ ചാലൊന്ന് നോക്കി വെച്ചാൽ പോയി. ഇപ്പം കുറച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ, ശകലം വെള്ളപ്പറ്റുണ്ട്.
അപ്പോൾ നമ്മളില്ല അങ്ങൊന്ന് അപ്പൻ്റെ ഇരിക്കുന്ന തടവലയും എടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. നല്ല മഴക്കാറും ഉണ്ട് മഞ്ഞും ഉണ്ട് കേട്ടോ. ഇല്ല അത് കണ്ട വാളയില്ല ആ ചത്ത് കിടക്കുന്നു. ആ വാളയൊന്ന് നോക്കിയാൽ അതൊക്കെ നമ്മൾ കണ്ട വാള ഈ മറ്റേ ടില്ലറിനടിക്കുന്നതുകൊണ്ടാണ് ഈ വാളയെല്ലാം ചത്തു പോകണം കേട്ടോ. നമ്മുടെ മുന്നിൽ 10-25,000 താറാവുണ്ട് കേട്ടോ. ഈ കൊഞ്ചൊക്കെ ഉള്ളതാണ്, കൊഞ്ചും കരിമീനൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഈ കണ്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ താറാവ് ഇങ്ങനെ നടക്കരുത്, ഭയങ്കരമായിട്ട് കലങ്ങി. അപ്പോൾ അതെല്ലാം ചാടി മലക്കും. താറാവെല്ലാം കൂടെ ഇവിടുന്ന് നീന്തിപ്പോയതിൻ്റെ ഇത് വെള്ളം തള്ളുന്നുണ്ട ചുഴി പോലെ. അപ്പാ മീൻ തോഴ ഭയങ്കര തോഴയായത്. നമ്മളെ ഈ തുഴയെന്നൊക്കെ പറയുന്നതിനാ അറിയാം. മീനിങ്ങനെ അടിച്ചിങ്ങനെ മറിയുമ്പോൾ നമ്മൾ തുഴയാൻ നേരത്തൊരു ചുഴിയുണ്ടോ, അങ്ങനെ ചുഴി വീഴുന്നതല്ല നമ്മൾ പറഞ്ഞത്. കണ്ടത് വാള കിടക്കാം, വാള നമ്മളിപ്പോഴേ തടവല കേട്ടോ. തടവല ഇവിടെ ഇറക്കി ഇനി ഇവിടുന്ന് അങ്ങ് താഴെ വരെ വലിക്കണം. നമ്മൾ വലയുടെ ഫ്രണ്ട് വയ്ക്കാം. മീൻ കയറാൻ സമ്മതിക്കാത്ത കണക്ക് താറാവ് നിൽക്കുക. നമ്മളെ വല ഒന്നും ഒറ്റ ഇത് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. എവിടെയാ വാള ആണോ? തൊഴിഞ്ഞാടാ. നമ്മൾ വലിയ വലയുടെ അവിടെ ആയി കേട്ടെ. അങ്ങറ്റത്ത് നമ്മൾ വലിച്ചോണ്ട് വരുന്നു. പിടിച്ചാപ്പോ വല ഈ വല മീനൊന്നും മുട്ടുന്നുണ്ട്. എന്തോ മീൻ തുഴഞ്ഞ കണ്ടാപ്പ. താറാവ് കണ്ടത്തിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കണ്ടത്തിലേക്ക് കയറത്തില്ലെന്ന് തോന്നല്ലപ്പ. എന്നാപ്പാ അപ്പാ അത് ആമ്പയാണല്ലോ. അപ്പൊ പറിക്കണമെങ്കിൽ ഒന്ന് വലിച്ചാടാ. അടിയൊന്ന് ഞാൻ വലിച്ചു പിടിച്ചടാ. ആദ്യം ചവിട്ടിയാ കുറച്ച് തരാം. സൈഡ് നോക്കിക്കോണം, ചിലപ്പോൾ ആമ്പയ്ക്ക് മീൻ ഇത് ചൂട് ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അപ്പ ഈ ആമ്പയുടെ ഇപ്പുറം വഴി ഒന്ന് വന്നേ. വാ എന്താ ചേർന്നേക്ക് ആ വലിച്ചു.
ചേർത്തോളി ആയില്ലേ വാഹ അപ്പാ ഇവിടെ നിൽക്കട്ടെ ഒന്ന് അടി വലിച്ചാടാ അടിയൊന്ന് വലിച്ചേ ആയി അത് താറോ അപ്പാ എന്താ ഈ വല മാറിയെങ്കിലേ ഈ വല ഇവിടെ ചവിട്ടിക്ക് സ്ട്രോ ഒന്ന് പൊക്കി വെക്കാം ചാടല്ല എന്തായാലും ഉണ്ടെങ്കിൽ അമ്മാര് മതി ആ ഈ വല പൊക്ക് അപ്പാ ഈ വല പൊക്കളാ കറക്കിട്ട് കണ്ടമാനം അങ്ങോട്ട് കയറാം വലക്കകത്തൊരു താറാവ് കുരുങ്ങിക്കട്ടെ വരുമല്ലോ അത് വരും അത് താങ്ങ അപ്പാ വളർത്തി വീണ് കണ്ടാ മറ്റേ കുടിച്ചു നിന്നത് താറാവിനൊന്ന് പിടിച്ചേക്കാം ആ ഒരു ഭാഗം ഇങ്ങ് വന്നപ്പം പോയി എവിടെയാ താറാവ് നമ്മളെ വലക്കകത്ത് അത് നമ്മൾ ആ കുടിച്ചു നിന്ന് രാവിലെ കണ്ടില്ലേ ആ വളർത്തി വളർത്തിനിപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടില്ലേ അപ്പം ഇല്ല അതും വളർത്തിനാണ് വളർത്തിനിപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടില്ലേ അത് അമർന്നാന്ന് തോന്നല്ലോ അപ്പൊ എന്തു ആയാലും പോട്ടെ അപ്പാ ഇടി കിട്ടോ നോക്കണേ മതിയല്ലോ ഇവിടെ മുറിച്ചാക്കട്ടെ ഇവിടെ മുറിച്ചാക്കട്ടെ ഷാരൂഖ് മേപ്പം അല്ല ആ മേപ്പം ഒരു ശകലം വന്നു പോണം മുറിയൊക്കെ അത് വാഹയാണ് അപ്പം ഇതും വാഹ ചാത്തി വാളച്ചാത്തി അത് വാഹ നമ്മുടെ കൊല്ലി എന്തിയാടാ അപ്പോൾ അത് മൂലയാണോ അപ്പം ആ മൂല അങ്ങ് മാറ്റി ഇടല് ഇതൊന്നും അതല്ല ശങ്കർ വലയതനുസരിച്ച് പിടിച്ചാൽ
കാണിച്ചോളൂ. ഭയങ്കര മാങ്ങയാണ്, പക്ഷെ ഇവനെ എടുക്കാനായിട്ടൊരു പാട്. മറ്റേ നമ്മുടെ കൊല്ലി ഉണ്ടായിരുന്നല്ലേ, ചേറുമീനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഇവനെ കറക്റ്റ് ചെയ്യാൻ ശാരം പാടാം. എന്ത് സങ്കടം കാണിച്ചോളാം. എറിയട്ടെ എറി. എടാ ഒന്ന് കാണിച്ചാടാ, നീ ഒന്ന് എഴുന്നേറ്റ് ഇന്ന് എൻ്റെ നേരെ ഒന്ന് കാണിച്ചു. ആ എന്നാ അപ്പോൾ ആ താഴത്തുള്ള ഇങ്ങനെ പിടിച്ചപ്പോൾ നീ ഈ ഒരു കാല് നീ ഇവിടെ ഒന്ന് ചവിട്ടി പിടിച്ചു. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ചവിട്ടി പിടിച്ചു. ചേരട്ട് പിടിച്ച് പൊട്ടിപ്പോയി പിടിച്ചോണേ. എന്താ പിടിച്ചോ. ഒന്ന് നോക്കിയപ്പോൾ അത് അതിലേ പോയില്ല. ഓക്കെ നോക്കിയപ്പോൾ വരുന്നുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഇത് മറ്റേ ചേരുവല്ല കൈ മുറിയില്ല. കിട്ടിക്കോ നോക്കട്ടെ. ഒരു ചാത്തി ഉണ്ടായിരുന്നു, ഇറങ്ങണ്ടായിരുന്നു, അതിനെടുത്തിട്ടായിരുന്നു. തീയല്ല വാഹക്കുഞ്ഞാ വാഹക്കുഞ്ഞ്. ചാൽ അങ്ങോട്ട് ചോട്ടിയാൽ പിന്നെ ഇങ്ങോട്ട് ഊരാൻ വലിയ പാടാം. നമ്മളെ എന്താണെന്നില്ല, അത് വളർത്തുന്നുണ്ടാകും. വളർത്ത് എടാ എടാ ഇവിടെ അവിടെ ഒന്നടിച്ചടാ. മുളങ്ങനെ വളർത്തി അപ്പുറം വളർത്തിനുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എടുത്ത പോത്തെ വാള. നമുക്ക് ഒരു കൊമ്പൻ കേട്ടോ, നമ്മുടെ അപ്പൻ്റെ കയ്യിൽ ഒരു കൊമ്പൻ മുട്ടിയായിരുന്നു. ആ ഒരു കൊമ്പൻ എന്തിയാ നമ്മൾ ഞങ്ങൾ നോക്കി കണക്കിയത്.
അത് തന്നെയായിരുന്നു. അപ്പം നമ്മളാ വലിയ കലമില്ലേ, ആ വലിയ കലം അങ്ങ് എടുത്തു. വലിയ കലം അഴിഞ്ഞു പോക്കില്ല. ഞാൻ എൻ്റെ കുറ്റിയിൽ വിട്ടിട്ടാ എന്തായാലും പോകത്തില്ല. ശങ്കര ചവിട്ടാ കലം മാറ്ററാ. കവർ കുറവാണ്. മുള്ളങ്കണ്ണി ഒരു വാഹക്കുഞ്ഞിൻ്റെ വായിക്കകത്ത് കൊണ്ട് കൈയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് മയങ്ങിയല്ലേ, എടുത്തു. അപ്പോൾ ഞാനിവിടെ ഒന്ന് നാവിക്കിട്ട് തന്നെ അടിച്ച് ഒരിടി കയറി നിൽക്കാം. എൻ്റെ അമ്മ പല വീണ ആ സെക്കൻഡിന് അവൻ ചാകു വന്നിട്ടാണ്. ഭയമുള്ളവരെല്ലാവരും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. പക്ഷെ നിന്റെ ഇടിയാ പാല. അതെ അത്രേ ചാടല്ലേ. വാഹ ചാടി ചിലപ്പം കേട്ടോ. ശങ്കര നോക്കണം, ആവതുള്ളവൻ ഒന്ന് ചാടി നോക്കും. അതിൻ്റെ വായിക്കാത്ത ഞാൻ കൊണ്ട് കൈ കൊണ്ട് വെച്ച് കൊടുക്കാം. പിടിച്ചത് ശങ്കരൻ്റെ കളി ഇവന് നമുക്ക് ഈ ചേർവിൻ്റെ കണക്ക് ചെകള വലിയ ബ്ലേഡ് പോലെ. അപ്പം കൊമ്പനാണെങ്കിൽ കയ്യൊന്നുമില്ല. കൊമ്പൻ എൻ്റെ വാഴയുടെ നേരെ കൈ കൊണ്ടുവന്ന് വാഹ കടിക്കാൻ ഇടവരരുത് കേട്ടോ. എല്ലാം ശങ്കര നോക്കി മുള്ളങ്കണ്ണി പൊക്കോ പൊക്കോ പൊക്കോ. പൊക്കോ പൊക്കോ. രക്ഷപ്പെടും. ആ അങ്ങനെ ഓട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാമല്ലോ. എടാ ഇതിൻ്റെ അകത്ത് എത്ര വെള്ളത്തിനുണ്ടായിരുന്നു? ഒന്നേ ഉള്ളായിരുന്നോ? രണ്ടെണ്ണം ഇല്ലേ? പച്ച കളറാ? ആണോ? ആ കുയിലമ്മ. ആ നിൽക്കത്തില്ല.
വല കുത്തിക്കുവാണോ നിൽക്കുവാണോ? ആ മതി മതി. നമ്മൾ ഇവിടെ വെച്ച് ഇവിടുന്ന് ഇപ്പം കയറുക കേട്ടോ. മോട്ടറിൻ്റെ അവിടെ വല്ല മീൻ വല്ലതും മറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെക്കും ഒരു വല. ഇതൊന്ന് കഴുകണ്ട അപ്പം അത് ഇതപ്പാ ഇത് കഴുകണ്ടേ? ഞാൻ കുത്തിക്കേറ്റി വെച്ചോ. ഈ വല വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകണം. ഒതുക്കി പിടിക്കണോടാ. ആ ഒതുക്കി പിടിക്കണം വല. ആയേ ആ വലിയ വല നിങ്ങളെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പം അപ്പം ആ വലിയ വല നിങ്ങളെടുത്ത് ഞങ്ങോട്ട് വെള്ളത്തോട്ട് നമ്മൾ മീൻ കിടക്കുന്നു. പിന്നെ വേണ്ട വളർത്തുമീനില്ല. 2 3 മൂന്നല്ലടാ വളർത്തുമീൻ. 4 എണ്ണം. ഒരെണ്ണം ചെറുതോ? വലക്കകത്ത് 2 എണ്ണം ഉണ്ട്. 4 5 കാണും. കിട്ടിയിട്ടില്ല. ഇപ്പം ചെറുതുണ്ടാവും. നമ്മൾ നീന്തുക കേട്ടോ. ഇത് ഈ മീനും ചുമന്നുകൊണ്ട് പോക്കുന്ന നമ്മളെ കണ്ടെത്തി മുട്ടത്തും താഴും. വെയിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോകണക്കല്ലേ. വെയിറ്റ് നടന്ന് സമയത്ത് കുഴയും. ഇതാകുമ്പോൾ ഇത് കണ്ട നമ്മൾ അങ്ങ് വരെ വെള്ളത്തിൽ കൂടെ ചുമ്മാ ഒന്ന് നടന്നാൽ മതി. ഈ ഇപ്പം അപ്പം ഇവിടെ കയ്യിലിരിക്കുന്ന ഈ മീനുണ്ടല്ലോ ഇതിപ്പം മയങ്ങിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ പക്വാരി ഇടിച്ച് പൊട്ടിച്ച്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മളെന്ന് ഇനിയിപ്പം അപ്പുറത്തെ മോട്ടറുണ്ട്. അപ്പുറം അങ്ങോട്ട് 4 മോട്ടറുണ്ട് ഇനി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ എവിടെയെങ്കിലും ഇറങ്ങി വല വെക്കും. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അതായിരിക്കും കേട്ടോ. ഇടിക്കാതെ നമ്മുടെ ശങ്കർ ബ്രോയും വെള്ളത്തിൽ കൂടെ വരുന്നത് കേട്ടോ. ഇല്ല അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ രാവിലെ പോകുന്ന നേരത്ത് നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റും. രണ്ടാമതെന്ന് പറയുന്നത് ഈ കുണ്ടൻ വെള്ളം വല നനയുന്നത് മാത്രമല്ല ഈ അഴുക്ക് കയറി പിടിക്കും. വല അഴുക്ക് കയറി പിടിച്ച് ആ കണ്ണിയെ തോന്നിയിരിക്കും. ഒച്ചുണ്ടാക്കാടാ. അപ്പോൾ അതേപ്പാ ഇതെന്തു വരും? ഇത് കണ്ട തുടങ്ങിയതാ. ഞാൻ കണ്ടില്ല ഇത് എന്നാന്ന് കൃത്യമായിട്ട്. അതാടാ നല്ല കാലം നോക്കി കാണേ. ഇങ്ങോട്ട് ചാരിക്കട്ടെ. താറാവിനെ ഡോസ് എടുക്കുക കേട്ടോ. കാലമൊന്ന് മാറ്റിക്കട. കാലം ആയിക്കോട്ടെ.
പിന്നെന്താ ആണോ അവർക്ക് പരാതി ഞാനങ്ങോട്ട് തിരിഞ്ഞാനാ കേട്ടാ. പേരെന്തുവാ? എൻ്റെ ഒരു അജില് അതില് ചേട്ടാ സുഗുണൻ അണ്ണന്റെ പേര് മുഹമ്മദ് അണ്ണന്റെ പേരെന്തുവാ? എൻ്റെ പേര് ബിജു 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 ബിജു. വാ പിടിച്ചു ഓക്കെ അല്ല കാണാമല്ലോ അതുവഴി. കാണാം ആ അത് മതി. കുയിലാണോ അല്ലേ കുയിലല്ലേ കുയിലേ കുയിലല്ലേ അത് രോഹു അങ്ങനെ റോഹു എന്നാണ് പറയുന്നത്. അങ്ങനെ റോഹു എന്നാണ് പറയുന്നത്. രോഹു ഇത് രോഹു അല്ലല്ലേ എല്ലാം രോഹു റോഹു ആണ് ഇതിൻ്റെ അതിന് ചെറിയ മയിലിൻ്റെ പോലെ കളറുണ്ട്. അത് വേണേൽ കുയിലാന്ന് നമുക്ക് വേണേൽ പറയാം. അത് ഓരോ സ്ഥലത്തും ഓരോ ഇത് പറയുന്നല്ലേ ഉള്ളൂ. എല്ലാം കാട്ടലല്ലേ അല്ലേ? കട്ടള മറ്റേ ഇങ്ങനെ വരുന്നില്ല. അത് രോഗമാണ്. കട്ടളയ്ക്ക് നീളക്കുറവാ വീതി കൂടുതൽ. ഇതിന് കട്ടള ഭയങ്കര പോയ നല്ല ജോമ്പുണ്ട് കട്ടലയ്ക്ക് അല്ലേ? കട്ടളയ്ക്ക് ഇതൊക്കെ നീളമില്ല. ആ ബനിയനൊന്ന് ഊരി അതിൻ്റെ അകത്ത് മൊത്തം പതിലുണ്ടോ? അത് നാളെ നമ്മളെ ഫസ്റ്റ് വരാനാണ് കേട്ടാ. ഫസ്റ്റ് വരാനാണ് നമുക്കിത് ഈ വലിയ പുല്ലിക്കകത്ത് ഇട്ടിട്ട് ഈ വള്ളത്തിലെ വെള്ളം ഒന്ന് കോരാ അല്ലേപ്പാ? ഇടാം. ഇതൊന്ന് പേർക്ക് ഇങ്ങോട്ട് ഇട്ടേ നീ. നീ ഈ ചവിട്ടുണ്ടോ? എങ്കിൽ ഇവിടുത്തെ ചവിട്ട് ഐഡി. ഓ തലയടിച്ച ജീവനോടെ കിടന്നിരുന്നെങ്കിലേ ജീവനോടെ കിടന്നിരുന്നെങ്കിൽ നീ എൻ്റെ കാലിൻ്റെ ഇവിടേക്ക് പോകാം. പച്ചാത്തി ചെടിയുണ്ടോ? നമ്മളെ ഒരു വെള്ളക്കൂരി കാണുമായിരുന്നല്ലോ അപ്പ. എന്താപ്പാ അത്? ആ അതാ നല്ല കൂരി. അതാപ്പാ കറുപ്പ് നോക്കുവാണെങ്കിൽ 10-35 കിലോ മീനുണ്ടല്ലോ അങ്ങടെ അല്ലേ അപ്പ? അപ്പാ കേറി നമുക്ക് പോയാൽ മറ്റേ കോരി പച്ച ഇവിടെ ആ കന്നാസ് എന്തിന് മുറിക്കാനോ? എന്നാ വെള്ളം ഇരിക്കുന്നു. വെള്ളം തേടാ 3 കുപ്പി വെള്ളം എടുത്ത് ഇത് കൂടി മുറിച്ചു. വാഹയെല്ലാം ഉഷാറാടാ. ഈ പുറമാറ്റി വന്നപ്പോൾ പുറത്തിട്ടപ്പോഴേ വാഹയെല്ലാം ഒരുമാതിരിപ്പെട്ട വാഹയെല്ലാം ജീവനോടെ തന്നെ കിടക്കണം. പിടിച്ചോളാ ശങ്കര പിടിച്ച് ആ സൈഡിൽ പിടിച്ച് ആ പിടി ആ